അപ്പോൾ എലി പെരിച്ചാഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നത് മൂലം തന്നെ നമ്മളിത് അവിടെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പിന്നെ പാമ്പ് ശല്യമൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ എലിപ്പത്തൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി തോലോടെ തന്നെ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണേ. ഇനി നമുക്ക് ഒന്ന് വെള്ളത്തിയിട്ട് വയ്ക്കാം. നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. പിന്നെ വേണ്ടത് പാറ്റാ ഗുളികയാണേ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളി നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി പാറ്റാ ഗുളികയാണ്. അത് നമ്മൾ ഇടികളിനകത്തോട്ട് പൊടിച്ചാൽ ആ ഒരു സ്മെല്ല് പോവില്ല. അതുകൊണ്ട് ഞാനൊരു പേപ്പറിനകത്തോട്ട് വെച്ച് പൊടിച്ചെടുക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മണ്ണെണ്ണ ഒട്ടും ഒഴിവാക്കരുത്. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്പ്രേ ചെയ്താലൊന്നും പോരാട്ടോ, നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്മെല്ല് കുറേ നാൾ നിൽക്കും. ആ ഒരു സ്മെല്ല് ഉള്ളിടത്തോളം കാലം എലി പെരിച്ചാഴി എന്നിവ സാധനം വരത്തില്ല. അപ്പോൾ ഏറെ തിന്നുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പാമ്പ് വരുന്നത്. അപ്പം പാമ്പ് ഈ ഒരു സ്മെല്ല് കാരണം ആ ഭാഗത്തോട്ടേ അടുക്കത്തില്ല കേട്ടോ. ഇനി നമുക്ക് മണ്ണെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഇതിനകത്തൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ പാറ്റാഗുളികയും മണ്ണെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കഴിവതും മണ്ണെണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. പഴജന്തുക്കളൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് മണ്ണെണ്ണയുടെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളിയുടെ നരിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു സ്മെല്ലാണ്. എസൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. വെള്ളം നമ്മൾ മുറ്റത്തൊന്നും വെള്ളം വെക്കാതിരിക്കുക. കാരണം ഈ തണുപ്പുള്ള സ്ഥലം തേടിയാണ് അത് വരുന്നത്. അതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ ഇതുപോലെ മിക്കപ്പോഴും ഒഴിക്കാറുണ്ട്. മണ്ണെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഈ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട്. അപ്പോൾ മണ്ണെണ്ണ കുറച്ചൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമുക്കൊരു സ്പ്രേ ആക്കി എടുക്കാം. മണ്ണെണ്ണ എടുക്കാവേ. ഇതുപോലത്തെ ഒരു അടപ്പിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക. ചെടികൾ, പോച്ച ഇതൊന്നും പിടിപ്പിക്കാതിരിക്കുക. കാരണം പോച്ചയിലൊക്കെ കയറി കിടന്നാൽ അറിയത്തില്ല. നല്ല തണുപ്പടിച്ചിട്ട് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നില്ല. ആ ഒരു തണുപ്പടിച്ചിട്ട് അത് കയറി കിടക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോട് ചേർത്ത് ഇതൊന്നും വെക്കാതിരിക്കുക. സ്മെല്ലും കൊണ്ട് പുറത്തോട്ടൊന്നും കയറത്തില്ല. പുറത്തുനിന്നൊന്നും തന്നെ അതോട്ട് കയറത്തില്ല. ഇത് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്തെല്ലാം, അതുപോലെ ചെരുപ്പുകൾ കൂട്ടിയിടുന്ന ഭാഗത്ത് എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രേ അല്ല, നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ ചെടികളൊക്കെ വെച്ച് കൊടുക്കത്തില്ല, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അതുപോലെ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെരുപ്പിടുന്ന ഭാഗത്ത്, അതേപോലെ തന്നെ ഷെഡിനകത്തൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ട് വേസ്റ്റൊക്കെ വാരിയിടുന്ന ഇതെല്ലാം മാറ്റുക കേട്ടോ. സൈഡിൽ നിന്നൊക്കെ അകത്തോട്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് പാമ്പ് ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാനായിട്ട് പറ്റും. അതാണെങ്കിലും ജനലിൽ കൂടെ ഒക്കെ കയറുന്ന അകത്തുള്ള കാറ്റ് തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേയാണ് ഇത് അകത്തോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടുള്ള അതുപോലെ ഒരുപാട് സൊല്യൂഷനൊക്കെ റെഡിയാക്കി ഇതിനു മുമ്പ് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണണം. അപ്പോൾ അതിൽ പെരിച്ചാഴിയുടെ പൊത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ.